ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ തിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 10 മുതൽ 12-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. ദൈവജനം ചെങ്കടൽ പിളർക്കുന്നതിന് മുമ്പായിട്ട് നിൽക്കുമ്പോൾ ഫറവോന്റെ സകല സൈന്യവുമായിട്ട് ഇസ്രായേൽ ജനത്തിന്റെ നേരെ വരുമ്പോൾ അവർ ഫറവോൻ അടുക്കൽ വന്നപ്പോൾ അവരെ തല ഉയർത്തി മിസ്രയീമ്യര് പിന്നാലെ വരുന്നത് കണ്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു. എന്നിട്ട് അവർ ചെയ്യുന്നത് ദൈവത്തോട് നിലവിളിച്ചു. 11-ാം അധ്യായ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. മോശയെ പറയുന്ന ഒരു വാചകമുണ്ട്. മിസ്രയീമിൽ ശവക്കുഴികളില്ലാത്തതുകൊണ്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്തിനാ? ഇതിനു വേണ്ടിയായിരുന്നു. 12-ാം വാക്യത്തിൽ അതിനേക്കാളും സങ്കടകരമായ ഒരു വാക്യം വായിക്കുന്നുണ്ട്. മിസ്രയീമികൾക്ക് വേല ചെയ്താൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് മരുഭൂമിയിൽ കൊല്ലുവാൻ ആണോ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നേന്നുള്ള ആ ഒരു ചോദ്യം മോശയോട് ചോദിക്കുക. അവിടുന്ന് ഞങ്ങൾ പറഞ്ഞതല്ലായിരുന്നു വേല ചെയ്ത് ഞങ്ങൾ മിസ്രയീമിൽ കിടന്ന് ദാസവേല ചെയ്തോളാമെന്ന്? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാചകം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നിർബന്ധിച്ച് ഇവരെ ഇറക്കി വിടുന്നതായിട്ടാണ്, അല്ലെ ഇറക്കിക്കൊണ്ട് വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു മനോഭാവമാണ്. ഞങ്ങൾക്ക് അവിടെ സുഖകരമായിരുന്നു. അടിമകളായിരുന്നാലും വേണ്ടിയില്ലായിരുന്നു, അവിടെ ഞങ്ങൾക്ക് സുഖകരമായിരുന്നു എന്നുള്ള ഒരു മനോഭാവമാണ് ഈ ജനത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഈ ഒരു മനോഭാവം നമ്മൾ കാണുന്നത് അത് പണ്ടേ അവർക്കുണ്ടായിരുന്ന ഒരു മനോഭാവമാണ്. അത് മിസ്രയീമിൽ കിടന്ന് മോശയുടെ പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പുറപ്പാട് പുസ്തകം 5-21 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. മോശ ആദ്യമേ ഫറവോന്റെ അടുക്കൽ ചെന്നപ്പോഴേ അവരുടെ ദാസവേല കഠിനമാക്കിയപ്പോൾ പറഞ്ഞത്, നീ ഞങ്ങളെ ഫറവോന്റെ മുമ്പാകെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തത് കൊണ്ട് യഹോവ നിങ്ങളെ ന്യായം വിധിക്കട്ടെ. ചുരുക്കം പറഞ്ഞാൽ മോശയെ അവര് ശപിക്കുന്നതിന് തുല്യമാണ്. അവർക്കത് മതിയായിരുന്നു. അവരെ ഇറക്കിക്കൊണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് അവര് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ജനതയുടെ ഈ പിറുപിറുക്കുന്ന സ്വഭാവം ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, പണ്ടേ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് പല ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ കണ്ണിന്റെ മുൻപിൽ കണ്ടു. ചെങ്കടൽ പിളർക്കുന്നതിന് മുമ്പേ തന്നെ 10 ബാധകൾ, അതിന്റെ അവസാനത്തെ ബാധക എന്ന് പറയുന്ന രക്തം കണ്ടാൽ സംഹാരകനെ വീടിന്റെ അകത്ത് പ്രവേശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല എന്നാണ്. അതെല്ലാം അവർ കണ്ട് 10 ബാധ കണ്ടു. അവസാനത്തെ സംഹാരകൻ വരാതെ ഇവൻ സൂക്ഷിച്ചു രക്തം കണ്ടുകൊണ്ട്. ഇതെല്ലാം കണ്ടിട്ടും ഈ ദൈവജനം പറയുന്ന ഒരു വാചകം സംഖ്യാപുസ്തകം 11-5-6 ഇതാണ് ഒരു നന്ദി കെട്ട ദൈവജനം. അവര് പറയുന്നത്, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, അത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. എന്നിട്ട് പറയുന്നത്, ഇപ്പോഴോ ഞങ്ങൾക്ക് മന്ന മാത്രമുള്ള ഞങ്ങളുടെ കാണാനുള്ളൂ. അത് കഴിച്ച് ഞങ്ങളുടെ പ്രാണൻ ഡ്രൈ ആയിപ്പോയാൽ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അവരങ്ങ് നിരൂപിക്കുകയാണ്. ഞങ്ങൾക്ക് മന്ന പോലെ, ഞങ്ങൾക്ക് ഈ മിസ്രയീമിൽ വെച്ച് ഫ്രീ ആയിട്ട് കഴിച്ചതെല്ലാം ഞങ്ങൾ ഓർക്കുക. ആരായി പറയുന്നത്? സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ. ഒരു പിറുപിറുക്കുന്ന ഒരു ജനതയാണ് ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരോട് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 7-8
ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളിലും പെരുമയുള്ളവരായിട്ടല്ല നിങ്ങളെ തെരഞ്ഞെടുത്തത് ഏറ്റവും കുറഞ്ഞ ആൾക്കാരായിരുന്നു. ഇവരെ തെരഞ്ഞെടുത്തതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. നമ്മൾ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്. യഹോവ സ്നേഹിക്കുക തന്നെയല്ല, നിങ്ങളുടെ പിതാക്കന്മാരോടുള്ള ചെയ്ത ഒരു സത്യമുണ്ട്, അത് ദൈവത്തിന് നിറവേറ്റണം. ഇവരെത്ര കടന്ന് പിറുപിറുത്താലും ദൈവത്തിന്റെ വാക്ക് പാലിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അത് ദൈവം പിതാക്കന്മാരോട് ചെയ്ത സത്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും പേരെ ദൈവം ടോളറേറ്റ് ചെയ്യുന്നത്, സഹിക്കുന്നത്. ദൈവത്തിന് എന്ത് കാര്യമാണെന്ന് ആലോചിക്കുകയും, എത്ര ദൈവജനം ദൈവത്തിന്റെ പ്രവൃത്തി കയ്യട ശക്തി കണ്ടാലും ഇവര് ദൈവത്തോട് മറുതലിക്കുക തന്നെയല്ല, ദൈവത്തോട് മറുതലിക്കുന്നത് കൂടാതെ ദൈവദാസന്റെ എതിരെ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന ഒരു ജനതയാണ് നമ്മൾ കാണുന്നത്. ഇവരോടൊക്കെ ഒരു വിധത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കറിയാം, മിസ്രയീം ലോകത്തിനെ എടുത്ത് കാണിക്കുകയാണ്. ലോകം ശരിക്കും ഈ ദൈവജനത്തിനെ വെറുക്കാനാണ് ഡിഫോൾട്ടായിട്ട്. നമുക്കറിയാം, യേശുക്രിസ്തു യോഹന്നാൻ സുവിശേഷം 15:19 പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ അല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പൊ ഈ ലോകത്തിൽ ഒരു വിശ്വാസിക്ക്, രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു വിശ്വാസിക്ക് ഈ ലോകം തികച്ചും ലോകം നമ്മളെ വെറുക്കുന്നതിന് എല്ലാ കാരണവും ഉണ്ട്. അത് ദൈവവചനം യേശുക്രിസ്തു തന്നെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശരിയാണ്. പലപ്പോഴും ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ എല്ലാം അനുഭവിച്ച് ലോകത്തിന്റെ എല്ലാം മ്ലേച്ഛതയിൽ അകപ്പെട്ട് ദൈവം തിരഞ്ഞെടുത്ത് വിലയ്ക്ക് വാങ്ങി നമ്മളെ വേർതിരിച്ച ഒരു വിശ്വാസിയെ ദൈവം വേർതിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ലോകത്തിന്റെ പല കാര്യങ്ങൾ ഓർക്കേണ്ടതും വരും. അയ്യോ, ഇട്ടിട്ട് വേണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ മോശയോട് ദൈവം ഈ ഇസ്രായേൽ മക്കൾ പറയുന്ന ഒരു കാര്യം എന്താ, അന്നേ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒന്നും വേണ്ട, മരുഭൂമി ഞങ്ങൾക്ക് പോകണ്ട, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾ ഇവിടെ ഒതുങ്ങി കൂടിക്കോളാം എന്നുള്ളൊരു മനോഭാവത്തിലാണ്. അപ്പോൾ നിർബന്ധിച്ച് ഇവരെ ഇറക്കിക്കൊണ്ട് വരുന്ന രീതിയിലാണ് ഇവർ മോശയോട് സംസാരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, വിശ്വാസികളായിട്ടുള്ള യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവരും ആരും നിർബന്ധിച്ചിട്ടല്ല ദൈവത്തെ അറിയുന്നതും യേശുക്രിസ്തുവിനെ അറിയുന്നതും സ്വീകരിക്കുന്നതും വിശ്വസിക്കുന്നതും. ഇനിയും ചില സമയത്ത്, ചില സാഹചര്യങ്ങളിൽ, ചില നിർണായക ഘട്ടത്തിൽ ഓർത്തു പോകും, അയ്യോ ഈ ലോകം വിടേണ്ടതല്ലായിരുന്നു, ലോകത്തിന്റെ ചില സുഖങ്ങൾ അത് വിടണ്ടായിരുന്നു എന്നൊക്കെ ഓർത്തു പോകേണ്ട സാഹചര്യം വരും. ഈ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ടാണോ ജീവിച്ചത്? ഒരിക്കലുമല്ല. പക്ഷെങ്കിൽ ഈ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പല അത്ഭുതങ്ങൾ കണ്ടു, പല രീതിയിലും ജനത്തോട് സംസാരിച്ചു. അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയും അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും യേശുക്രിസ്തുവിനെ മറുതലിച്ച് യേശുക്രിസ്തുവിനെ അവർ റിജക്റ്റ് ചെയ്തു. മത്തായി സുവിശേഷം 13:13 യേശുക്രിസ്തു പറയുന്ന ഒരു വാചകമാണ്, അതുകൊണ്ട് അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. അപ്പം ദൈവം ഉപമകളായിട്ട് അവരോട് സംസാരിക്കുന്നത് പോലും ഇതുപോലുള്ള ഒരു സ്വഭാവമാണ്. എത്ര കണ്ടിട്ടും കണ്ടിട്ടും കാണാതെയും, എത്ര കേട്ടിട്ടും കേൾക്കിട്ട് മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരു ജനതയാണ് ഈ ഇസ്രായേൽ മക്കൾ. ഇന്ന് ജീവിക്കുന്ന നമ്മൾ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ വിശ്വാസികളായ നമ്മളും ചില സമയത്ത് ഈ ഒരു സ്വഭാവത്തിലേക്ക്, അതായത് പഴയത് ഓർക്കുക, അല്ലെങ്കിൽ ലോകത്തിലെ സുഖങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ അത് ഓർത്ത് ഈ വിശ്വാസ മാർഗം ത്യജിക്കുന്നതും ഒരു കംപ്ലൈനിങ് സ്പിരിറ്റ് വരാനായിട്ടുള്ളൊരു സാധ്യത ഈ ലോകത്തിലുണ്ട്. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയർ ലേഖനം 3:14
ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഐ പ്രസ് ഓൺ ടു ദ ഗോൾ. ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവെളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓടുന്നു. ഇത് മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് മുന്നോട്ട്. ഈ ലോകം നമ്മളെ കീഴ്പ്പെടുത്താൻ, നമ്മൾ ലോകത്തെ കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മനോഭാവമാണ് ഒരു വിശ്വാസിക്ക് ഇത്രേ അത്യാവശ്യമായിട്ടുള്ളത്. പിന്നിലുള്ളത് മറക്കുക. പലപ്പോഴും പിന്നിലുള്ളത് മറക്കാൻ വിശ്വാസികൾക്ക് പറ്റാതെ പോകും. അത് പറ്റാതെ പോകുന്നതുകൊണ്ട് ഉള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് മർമർ ചെയ്യുന്നത്. ഫിലിപ്പിയർ 2:14 പറയുന്നതും അത് തന്നെയാണ്. അതായത് എന്ത് ചെയ്താലും പിറുപിറുക്കാതെ, അതായത് ഫിലിപ്പിയർ 2:14, 15, 16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പിറുപിറുക്കാതെ ചെയ്യുന്നു. ഒരു വാദവുമില്ല, അത് പിറുപിറുക്കാതെ കൂടാതെ ചെയ്യുവീൻ എന്ന് പറയുന്നത്. ദൈവത്തിന് എന്ത് ചെയ്താലും അവരുടെ, അതായത് ഈ ലോകത്തിൽ വക്രതയും മ്ലേച്ഛതയുള്ള തലമുറയുടെ നടുവിൽ ദൈവജനം ജീവിക്കുമ്പോൾ, ഈ പിറുപിറുക്കുന്ന ഒരു സ്വഭാവം ഇല്ലാതെ ജീവിക്കുമ്പോൾ ആണ് ഈ ലോകത്തിൽ നമുക്ക് ഈ ലോകത്തിന്റെ വെളിച്ചമായിട്ട് നമുക്ക് പ്രകാശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ഓടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഓടുന്നതും അധ്വാനിച്ചതും വൃഥാവായി പോകാതിരിക്കാനാണ് പൗലോസ് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഞാൻ യോനയെ കുറിച്ച് ഓർക്കുകയാണ്. യോന ഒരു പിറുപിറുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവന്റെ വാക്ക് കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു ജനതയുണ്ട്. ദൈവം ന്യായം വിധിക്കാത്ത ഒരു ജനതയുണ്ട്. ദൈവം ന്യായം വിധിക്കാത്തത് എന്തുകൊണ്ട് ഓർത്താണ് യോനയുടെ സുവിശേഷം 4:1 മുതൽ 4 നമ്മൾ വായിക്കുന്നുണ്ട്. പിറുപിറുക്കുന്ന ഒരു യോനയെ കാണാം. ചില സമയത്ത് അങ്ങനെയാണ്. പിറുപിറുത്തായിരിക്കും ദൈവത്തിന് വേണ്ടി എന്ത് ഒരു വിശ്വാസം ചെയ്യുന്നത്. അവിടെയും ദൈവത്തിന്റെ സ്നേഹം അവനെ വിട്ട് പോകുന്നില്ല, യോനയെ വിട്ട്. ഈ വാക്കുകൾ നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ